ഹായ് ഫ്രണ്ട്സ്, ദിസ് ഇസ് സുരേഷ്. വെൽക്കം ടു അവർ ചാനൽ. ഇന്ന് നമ്മുടെ ട്രാവൽ സെഗ്മെൻറ്റിൽ ഞാൻ കാണിക്കുന്നത് നമ്മുടെ ചരിത്രമുറങ്ങുന്ന കോഴിക്കോട് നഗരവും കോഴിക്കോടിൻ്റെ ബീച്ചാണ്. ഇപ്പോൾ സാമൂതിരി രാജാക്കന്മാരുടെ കേന്ദ്രമായിരുന്ന കോഴിക്കോടിലെ ഒരു പ്രധാന ടൂറിസ്റ്റ് കേന്ദ്രമാണ് കോഴിക്കോട് ബീച്ച്. ഈ ബീച്ചിൻ്റെ ഒരു പ്രത്യേകത പറഞ്ഞാൽ വളരെ നീളമുള്ള ഓപ്പൺ ബീച്ചാണ്. അപ്പോൾ ഇപ്പം നമ്മൾ കാപ്പാട് ബീച്ചിനെ പറ്റി പറയുന്ന പോലെ ഇവിടെ മരങ്ങൾ കുറവാണ് ബീച്ചിൽ, പക്ഷേ നല്ല വാക്ക് വേയും അതുപോലെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള ബീച്ചുകളാണ്. അപ്പോൾ അവിടെ നല്ല കൊത്തുപണികളും അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ അത് പട്ടണത്തിനോട് ചേർന്നിട്ടുള്ള ബീച്ചാണ്. അപ്പോൾ അവിടെ നമ്മുടെ ആകാശവാണി, അതുപോലെ നല്ല നല്ല സ്റ്റാർ ഹോട്ടൽസ് അതൊക്കെ ഉണ്ട് അവിടെ. പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് സ്ട്രീറ്റ് ഫുഡ് കൂടുതലുള്ള ബീച്ചാണ്. വൈകുന്നേരമൊക്കെ ഭയങ്കര വൈബാണ് ഇവിടെ. തട്ടുകടകളും അതുപോലെയുള്ള സ്ട്രീറ്റ് ഫുഡ്, എസ്പെഷ്യലി കോഴിക്കോട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുഡ് ഹബ്ബാണത്. നോൺ വെജാണ് കൂടുതൽ, വെജുമുണ്ട്. ഇപ്പോൾ ഇത് കണ്ടില്ലേ, നമ്മളെ ഉപ്പിലിട്ട മാങ്ങ, നെല്ലിക്ക, പൈനാപ്പിൾ, അതുപോലെയുള്ള നാനാതരം ക്യാരറ്റ്, അതുപോലെയുള്ള എല്ലാ സാധനങ്ങളും. ഇതിപ്പോൾ ഒരു രാവിലെ സമയമായതുകൊണ്ടാണ് അധികം വൈബില്ലാത്തത്. വൈകുന്നേരം ഇവിടെ വന്നു കഴിഞ്ഞാൽ ജനനിബിഡമാണ്. കുട്ടികൾക്ക് കളിക്കാനുള്ള ബലൂണുകളും. ഇത് അതിൻ്റെ ബീച്ച് റോഡാണ്. ഇവിടെയാണ് നമ്മുടെ ആകാശവാണിയും ഇതൊക്കെ ഉള്ളത്. പിന്നെ ഇവിടെ ഒരു ഓപ്പൺ സ്റ്റേജ് ഉണ്ട്, തിയേറ്റർ പോലെ വലിയൊരു സ്റ്റേജ് ഉണ്ട്. അവിടെ നിങ്ങൾക്ക് വലിയ മ്യൂസിക്കൽ കോൺസേർട്ട്, സമ്മേളനങ്ങൾ അതൊക്കെ ചെയ്യാനുള്ളത്. ഇപ്പോൾ എന്തോ ഒരു സമ്മേളനം അവിടെ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ആ സ്റ്റേജ് ബീച്ചിനോട് ചേർന്നിട്ടുള്ള ഒരു വലിയ ഗ്രൗണ്ടിനോട് ചേർന്നിട്ടാണ് സ്റ്റേജ് ഉള്ളത്. ഇതാണ് ഇത് സ്റ്റേജിൻ്റെ. ഇതിവിടെ നാടകങ്ങളൊക്കെ അരങ്ങേറാറുണ്ട്, നാടകം, മ്യൂസിക്കൽ കോൺസേർട്ട് ഇതൊക്കെ. ഇത് വെട്ടുകല്ലുകൊണ്ട് അതിൻ്റെ പിന്നിൽ കേർട്ടൻ ഫിക്സ് ചെയ്യാൻ ഉള്ള പോലെ വാൾസൊക്കെ ഉണ്ടാക്കിയിട്ടുള്ള സ്റ്റേജാണത്. അപ്പം അതിൻ്റെ പിൻഭാഗത്ത് ഇവിടെ ഇരിക്കാനുള്ള ചെറിയ മരത്തിൻ്റെ അടിയിലുള്ള ഇരിക്കാനുള്ള ആൽത്തറ പോലെയും അതുപോലെയൊക്കെ ആയിട്ടുള്ള പല സജ്ജീകരണങ്ങളുണ്ട്, സ്റ്റാച്യൂകളുണ്ട്. ഇപ്പോൾ ഞാനവിടെ ശ്രദ്ധിച്ചൊരു കാര്യം എന്തൊക്കെ, വി സേ നോ ടു ഡ്രഗ്സ്. ഇപ്പോൾ ഒരു കോഴിക്കോട് ബീച്ചിൻ്റെ ഒരു സ്ലോഗൻ പോലെയാണത്. ഇതാണ് നമ്മുടെ ചരിത്രം വിളിച്ചോതുന്ന പഴയ ഒരു പാലത്തിൻ്റെ അവശിഷ്ടങ്ങളാണത്. അത് രണ്ട് സൈഡിലുണ്ട്. ഇപ്പോൾ കൽത്തുരങ്കം ഇടുന്നത് പോലെ പാലം കെട്ടിയതിൻ്റെ, പഴയ പാലത്തിൻ്റെ, ബീച്ചിൻ്റെ, പുരാതന ബീച്ചിൻ്റെ പ്രൗഢി വിളിച്ചോദിക്കുന്ന അവശിഷ്ടമാണിത്. ഇവിടെ ധാരാളം ഫോറിൻ ടൂറിസ്റ്റുകളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഞാൻ വിസിറ്റ് ചെയ്ത സമയത്തും ഉണ്ടായിരുന്നു. നല്ല ക്ലിയർ വാട്ടറാണ്. ഇന്ന് പൊതുവെ ബീച്ച് ശാന്തമാണ്. ഞാൻ തിരയോടൊന്ന് മത്സരിക്കാൻ പോയതാണ്, പക്ഷേ എൻ്റെ മുകളിലേക്ക് തിര വന്ന് കയറി. ഞാൻ ഓടി രക്ഷപ്പെട്ടു. ഇതിൻ്റെ അങ്ങേ റൈറ്റ് സൈഡിൽ അങ്ങോട്ട് കാണുന്നതാണ് കോഴിക്കോടിൻ്റെ ഹാർബർ, ഫിഷിംഗ് ഹാർബറൊക്കെയാണത്. അങ്ങ് ദൂരെ കാണുന്ന അവിടെ ഒരു കടൽ ഭിത്തി കാണാം. ഇപ്പോൾ കേരളത്തിലെ ഒരു പ്രമുഖ പട്ടണമായ കോഴിക്കോടിലെ ഒരു പ്രധാന ടൂറിസ്റ്റ് കേന്ദ്രമാണ് കോഴിക്കോടിലെ ബീച്ച്. അത് വൈകുന്നേരങ്ങളിൽ അവിടെയുള്ള വൈബ് ഒന്ന് വേറെ തന്നെയാണ്. അപ്പോൾ എന്തായാലും വിസിറ്റ് ചെയ്യണം. പിന്നെ ദൂരെ നിന്ന് വരുന്ന സഞ്ചാരികൾക്കും ടൂറിസ്റ്റ് ടീമുകൾക്കൊക്കെ താമസിക്കാൻ അവിടെ 5 സ്റ്റാർ 4 സ്റ്റാർ ഹോട്ടൽസൊക്കെ അവൈലബിൾ ആണ്. ഇപ്പോൾ സിന്ധു ഒരു ഉപ്പിലിട്ട എന്തൊക്കെയോ വാങ്ങാനുള്ളൊരു മൂഡിലാണ്. അപ്പോൾ ഡിസൈഡ് ചെയ്തിട്ടില്ല, എന്തായാലും വാങ്ങുന്നുള്ള ഒരു നിലപാടിലെത്തിയിട്ടുണ്ട്. എന്തൊക്കെയോ പരിപാടിയുണ്ട്. ഞാനും അതിൽ 1-2 എണ്ണം കഴിച്ചു. നല്ല ടേസ്റ്റുള്ള സാധനമാണ്.
ഇത് നമ്മുടെ ആകാശവാണിയാണ്, കോഴിക്കോട് ആകാശവാണി. ഇത് ആശുപത്രിയാണ്. ഇത് വാട്ടർ സ്പോർട്സിൻ്റെ, അഡ്വഞ്ചർ സ്പോർട്സിൻ്റെ ഒരു കെട്ടിടമാണ്. ഇത് നമുക്ക് പേ ചെയ്തിട്ടുള്ള ടോയ്ലറ്റ് സൗകര്യങ്ങളുണ്ട് കോഴിക്കോട് ബീച്ചിൽ തന്നെ. ഇത് KTDCയുടെ റെസ്റ്റോറൻ്റാണ്. നമുക്ക് ഇരുന്ന് ബീച്ച് ആസ്വദിക്കാനുള്ള നല്ല കല്ലുകൊണ്ട് കോൺക്രീറ്റ് കൊണ്ട് ഉണ്ടാക്കിയ തറകളുണ്ട്. ഇത് ഇവിടുത്തെ പ്രധാനമായൊരു കാഴ്ചയാണ്. ഇത് വളരെ പുരാതനമായ ഒരു ലൈറ്റ് ഹൗസാണ്, കാലിക്കറ്റ് ലൈറ്റ് ഹൗസ് ബീച്ചിലുള്ള. അപ്പോൾ ഈ ലൈറ്റ് ഹൗസിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഇവിടെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും കോഴിക്കോട് ബീച്ച് വിസിറ്റ് ചെയ്യുക. അപ്പോൾ അടുത്ത് തന്നെ മറ്റൊരു വീഡിയോയുമായി നമ്മൾ എത്തുന്നത് വരെ ബൈ, നന്ദി.